യെസ്, സിക്കിം. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ സിക്കിമിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഇന്നത്തെ വീഡിയോ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറലി ആയിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ വൈബുള്ള ഒരു മൗണ്ടൻ സ്റ്റേറ്റാണ് സിക്കിം. ഭൂട്ടാൻ്റെയും നേപ്പാളിൻ്റെയും ചൈനയുടെയും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെയും ഇടയിലാണ് ഈ ഗോർജിയസ് ആയിട്ടുള്ള സിക്കിം. നിങ്ങൾ സിക്കിമിലേക്ക് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ന്യൂ ജയ്പാഗുഡി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ബൈ റോഡ് സിക്കിമിലേക്ക് ട്രാവൽ ചെയ്യാം. ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ബഡോഗ്ര എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ബൈ റോഡ് സിക്കിമിലേക്ക് യാത്ര ചെയ്യാം. ഗാങ്ടോക്കിലൊരു എയർപോർട്ടുണ്ട്, പാക്യോങ് എയർപോർട്ട്. ഇത് ടേബിൾ ടോപ്പ് റൺവേ ഉള്ളൊരു എയർപോർട്ടാണ്. വെതർ കണ്ടീഷൻസ് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടത്തേക്കുള്ള ഫ്ലൈറ്റ്സ് പലപ്പോഴും ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്ലൈറ്റിൽ വരുന്നവർ ബഗ്ഡോഗ്ര എയർപോർട്ട് ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബുദ്ധി. ഞങ്ങൾ ബഡോഗ്ര എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഒരു പ്രൈവറ്റ് ക്യാബാണ് ചൂസ് ചെയ്തത്. നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷെയർഡ് ടാക്സീസും ധാരാളം കിട്ടും കേട്ടോ. ഇവിടെ നമ്മുടെ KSRTC ബസ് പോലെ തന്നെ സിക്കിം നാഷണൽ ട്രാൻസ്പോർട്ടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സസും അവൈലബിൾ ആണ് സിക്കിമിലേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് വളരെ പങ്ക്ച്വലുമാണ്, അതേപോലെ തന്നെ വളരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. സോ അതിന് വേണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സിക്കിമിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സോണായിട്ട് തിരിക്കാം: നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഈ യാത്രയിൽ സിക്കിമിൻ്റെ സൗത്ത് ആൻഡ് ഈസ്റ്റ് പാർട്ട് മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അതായത് ഗാങ്ടോക്ക്, നാത്തുല പാസ് അതുപോലുള്ള സ്ഥലങ്ങൾ. ഗാങ്ടോക്കിലേക്കുള്ള ഈ റോഡ് യാത്രയും വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. 2 സൈഡിലും നിറച്ച് ഗ്രീനറിയും അതുപോലെ തന്നെ കുരങ്ങന്മാരും നല്ല കൊച്ചു കൊച്ചു കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ലൊരു മെമ്മറബിൾ, നല്ലൊരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു. വളരെയധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാൻ വളരെ സേഫായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് സിക്കിം. ഇത് പോകുന്ന ഗ്രീൻ കളർ ബസ് കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്. അതും ഗാങ്ടോക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ടാക്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്തി സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് പോകാം. ഭൂട്ടാനുള്ള ഒരു ബുദ്ധിസത്തിൻ്റെ ഒരു പ്രിഡോമിനൻസ് നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ആളുകൾ വളരെ ശാന്തരും വളരെ സൗമ്യരുമാണ്. ബഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് 120 കിലോമീറ്റർ, 120 കിലോമീറ്റേഴ്സാണ്. ആ ഡിസ്റ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് അധികം ഇല്ലെന്ന് തോന്നുമെങ്കിലും ഇത് ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെയധികം കയറ്റ ഇറക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മോർ ദാൻ 4 hours എന്തായാലും എടുക്കും. ഇവിടുത്തെ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സും വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില റോഡുകൾ ക്ലോസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ റൂട്ടൊക്കെ തിരിച്ചു വിടും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ 4.5 hours എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു 8 hours ഒക്കെ എടുത്താലായി. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടു വേണം ഈ സിക്കിം യാത്ര പ്ലാൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സിക്കിം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന മാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ ജൂലൈ മാസങ്ങൾ മഴയുള്ളപ്പം കഴിയുന്നതും ട്രിപ്പ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസംബർ ജനുവരി മാസം വളരെയധികം ഭയങ്കര കഠിനമായ തണുപ്പായിരിക്കും. ഒരു മാർച്ച്, ഏപ്രിൽ, അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതൊക്കെ വളരെ നല്ല ക്ലൈമറ്റാണ്. 3 മണിക്ക് ബഡോഗ്രയിൽ നിന്ന് യാത്ര തുടങ്ങി ഞങ്ങൾ ഗാങ്ടോക്കിലെത്തിയപ്പം രാത്രി 7:30 ആയി. നല്ല ഇരുട്ടായി. MG റോഡിലുള്ള താഷി ദിലക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഇത്ര ചെറുതാണെന്ന്. പക്ഷേ അകത്തേക്ക് അതിവിശാലമായ ലോകമാണ്. വളരെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു ഈ താഷി ദിലക്കിലേത്. ഈ ഒരു ഹോട്ടൽ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് MG റോഡാണ്. അതുപോലെ തന്നെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റും ബാറും ഉള്ള ഫ്യൂ ഹോട്ടൽസ്, MG റോഡിലെ ഫ്യൂ ഹോട്ടൽസിൽ ഒന്നാണിത്. ഇതൊരു മൗണ്ടൻ വ്യൂ റൂമാണ്. ഇത് ഒരു സൈഡിൽ ഫുൾ ഗ്ലാസ് വിൻഡോസും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും. ഈ വിൻഡോസിൽ കൂടെ നേരിട്ട് നമുക്ക് കാഞ്ചൻജംഗയുടെ വളരെ നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും ഈ ഒരു ഹോട്ടൽ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് കാരണം. താഷി ദിലക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. പഴയ രാജാവിൻ്റെ പേരും ഈ താഷി എന്ന് തന്നെയാണ്. 1975 സിക്കിം ഇന്ത്യയുടെ പാർട്ടാവുന്നത്. അതിന് മുൻപ് ഇതൊരു കിങ്ഡം ആയിരുന്നല്ലോ. ടിബറ്റിനെയും കൽക്കട്ടയും തമ്മിൽ ബിസിനസ് പരമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രേഡ് റൂട്ട് കൂടെയായിരുന്നു പണ്ടത്തെ കാലത്ത് സിക്കിം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഇരുട്ടാവുകയും അതേപോലെ തന്നെ വളരെ നേരത്തെ നേരം വെളുക്കുകയും ചെയ്യും. ഈവനിങ് ഒരു 6-6:30 ഒക്കെ ആകുമ്പോഴേക്കും നല്ല പിച്ച് ഡാർക്ക് ആവും. അതേപോലെ തന്നെ രാവിലെ ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴേക്ക് രാവിലെ ഒരു 7 ആയ ഒരു ഫീലാണ്. വന്ന ദിവസം നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്ത് ഇനി ഔട്ടിംഗ് ഒന്നുമില്ല, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരുടെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. ഇത് റൂഫ് ടോപ്പിലെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് കൂടെ തന്നെ ബാറും ഉണ്ട്. ഇവിടുത്തെ യാക്ക് ബാർ വളരെ ഫേമസ് ആണ്. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് ഈ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ഒരു നൈറ്റ് വ്യൂ എന്ത് ഭംഗിയാണെന്നറിയാമോ, ഫുൾ ഓഫ് ഗ്രീനറി. അതുപോലെ തന്നെ ഒരു സൈഡ് ഫുൾ ഓപ്പൺ ആണ്. നമുക്ക് ആ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസൊക്കെ വളരെ നല്ല രസമാണ്. ഫുഡും അതുപോലെ സൂപ്പറായിരുന്നു.
ഞങ്ങൾ ബട്ടർ കുൽച്ചയും ചിക്കൻ ടിക്കയാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ വളരെ ഫ്രഷാണ്, അതേപോലെ തന്നെ വളരെ സ്പൈസി, ഒരു മീഡിയം സ്പൈസി എന്ന് പറയാം. നല്ല ടേസ്റ്റിയുമായിരുന്നു. നല്ല തണുപ്പ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈ ചൂട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹോട്ടലിൻ്റെ മറ്റു ഭാഗങ്ങൾ, ഇൻറ്റീരിയേഴ്സ്, അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയയൊക്കെ നല്ല ഒരു ക്ലീൻ ആൻഡ് വളരെ ഡീസൻറ്റ്, വളരെ ക്ലാസി ലുക്കുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ഈ ഹോട്ടലിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾസിലെല്ലാം ഇതുപോലത്തെ പല ലുക്സുള്ള മാസ്ക് കണ്ടു. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു കൊച്ചു പടിപ്പുര പോലത്തെ ഒരു വാതിലാട്ടോ. ഇത് കണ്ടോ നമ്മൾ വിചാരിക്കും ഇതെന്ത് ചെറുതാണ്, പക്ഷേ ഇതത് കണ്ടോ, ഈ MG മാർഗിൻ്റെ മിഡിലാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് MG റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിറ്റി സെൻറ്ററാണ്. MG റോഡ് എന്ന് പറയുന്നത് ഏതൊരു ഹിൽ സ്റ്റേഷനിലും മാൾ റോഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതേപോലെ ഇവിടെ പറയുന്നത് MG റോഡ് എന്നാണ്. ഇവിടെ കണ്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ രാത്രിയിലും കളിക്കുവാണ്, വളരെ ലൈവാണ് ഈ ടൈമിലും MG റോഡ്. ഡിന്നറിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ട് MG റോഡിലൊന്ന് നടക്കാനൊക്കെ പോയി, ബെഞ്ചസിലൊക്കെ ഇരുന്ന ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തു. വേറെ കൂടുതൽ അഡ്വഞ്ചറിനൊന്നും പോയില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് നാഥുലയൊക്കെ പോകാനുള്ളതാണ്, അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ കണ്ണ് തുറന്നപ്പം കണ്ടത് ഈ കാഞ്ചൻജംഗയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. വിൻഡോയിൽ കൂടെ ഈ ഒരു കാഴ്ച കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓടി റൂഫ് ടോപ്പിൽ വന്നു. ഒരു 4:30-5 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 7:30 ടൈം തോന്നുന്നില്ലേ? എത്ര കണ്ടാലും മതിവരാത്തതായിരുന്നു ആ കാഴ്ച. ശരിക്കും പറഞ്ഞാൽ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ച. ഇത് ക്യാമറയിൽ എത്രത്തോളം ഇതെനിക്ക് അറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്, പക്ഷേ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട്, കുറച്ചുകൂടെ വലുതായിട്ട് ആ കാഞ്ചൻജംഗ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് പോലെ തോന്നും. ഈ ടൈമിൽ നല്ല തണുപ്പുണ്ട്. ഞാൻ കുറച്ച് മുടിയാണ് ഈ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ വെതർ വളരെ അൺപ്രഡിക്റ്റബിളാണ്, എപ്പോഴും ക്ലൗഡിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത് വളരെ റെയറും ലക്കിയുമാണെന്നാണ് ഹോട്ടലിലെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞത്. റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ് ആണ്, ആരും എണീറ്റിട്ടൊന്നുമില്ല. ഇതിപ്പോൾ രാവിലെ ഒരു 5 മണി ആയിട്ടേ ഉള്ളൂ. ഇതാണ് യാക് ബാർ. ഈ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ നിന്ന് നമുക്ക് ആ കാഞ്ചൻജംഗയിലേക്കുള്ള വ്യൂവും. പിന്നീട് റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7:30 ഒക്കെ ആയപ്പോൾ കഴിച്ചു. 8 മണിക്ക് നിങ്ങളുടെ ടാക്സി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് ആലു പറാട്ട, പിന്നെ അണിയൻ പക്കോട, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, ഉപ്പുമാവുണ്ട്, ബേക്ക്ഡ് ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് പിന്നെ വെറുതെ ഇങ്ങനെ സോട്ട് ചെയ്തതുണ്ട്. ഇവർ ഒത്തിരി ധാരാളം വെജിറ്റബിൾസ് കഴിക്കുന്ന ആളുകളാണ്. പിന്നെ ബ്രെഡ് ഉണ്ട്, ടോസ്റ്റ് ഉണ്ട്, ബോയിൽഡ് എഗ്സ് ഉണ്ട്, അങ്ങനെ. ഈ ഹോട്ടലിൻ്റെ റെൻറ്റ് ഞങ്ങൾക്കായത് 6,700 ആണ് പെർ ഡേ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അല്പം കൂടുതലാണ്, അതിപ്പം സീസൺ ആയതുകൊണ്ടാണ്. രണ്ടാമത് ഞാൻ അവരുടെ ലൂച്ചി, നമ്മുടെ ഒരു പൂരി പോലെ ഇരിക്കും, അതും ദാൽ കറിയുമാണ് എടുത്തത്. അത് ശരിക്കും ഒരു പൂരിയുടെ തന്നെ ടേസ്റ്റായിരുന്നു. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി, പക്ഷേ അത് നല്ല സോഫ്റ്റുമാണ്. ആ ദാൽ കറിയും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ, കുറച്ച് സൺലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് ശരിക്കുള്ള വ്യൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് MG റോഡിലേക്ക് ഇറങ്ങി. MG റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെഹിക്കിൾസ് അലൗഡ് അല്ല, അതുപോലെ തന്നെ നോ സ്മോക്കിംഗ് ഏരിയ, നോ സ്പിറ്റിംഗ് ഏരിയ, അതുകൊണ്ട് തന്നെ വളരെ ക്ലീനാണ്. ഇതാണ് MG റോഡ്. രാവിലെ ഇപ്പോൾ ഒരു 8 o'clock ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഒരു 5 മണിയാകുമ്പോൾ ഒരു 7 മണിയാവുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. ഓക്കെ, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്, നല്ല വെളിച്ചമുണ്ട്, ആ സമയം നല്ല ചിൽ ക്ലൈമറ്റാണ്. ഈ MG റോഡിൽ ഒരു റെഡ് പാൻഡയുടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റാച്യു ഉണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ഒരു ലുക്ക്, അവൻ്റെ ഒരു ഷാർപ്പ് ലുക്കാണ്. ടാക്സി വന്നു. ഞങ്ങൾ നാഥുല പാസ് കാണാനായിട്ട് പോവുകയാണ്. നാഥുല പാസ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയസിലെ ഇൻഡോ ചൈനീസ് ബോർഡറാണ്, അതുകൊണ്ട് തന്നെ അതൊരു റെസ്ട്രിക്റ്റഡ് ആസ് വെൽ ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. സോ നമുക്ക് നാഥുലയിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്നൊരു പെർമിറ്റ് ആവശ്യമാണ്. അതിനെ പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ്, PAP എന്നാണ് പറയുക. ഈ പെർമിറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്.
പക്ഷേ നമ്മൾ തലേ ദിവസം നമ്മൾ നാഥുല പാസിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു പെർമിറ്റ് എടുക്കണം. നാഥുല പാസിലേക്ക് ചെറിയ വണ്ടികളും നമ്മുടെ പ്രൈവറ്റ് വണ്ടികളും അലൗഡ് അല്ല. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് അലൗഡ് ആയിട്ടുള്ള പ്രത്യേക ടാക്സി ഉണ്ട്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുമല്ലോ, അവർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പെർമിറ്റ് എടുക്കാനായിട്ട്. അതിനായിട്ട് നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ വോട്ടേഴ്സ് ഐ.ഡിയുടെയോ പാസ്പോർട്ടിൻ്റെയോ കോപ്പി, ഇത് ആ ഡ്രൈവറിനെ ഏൽപ്പിച്ചാൽ മതി. ആധാർ കാർഡ് വാലിഡ് അല്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. നാഥുലയിലേക്ക് പോകുന്ന ആ വഴിയുടെ ഭംഗി കണ്ടോ? നമ്മളിങ്ങനെ കയറ്റം കയറി പോവുകയാണ്. നാഥുല പാസ് എന്ന് പറയുന്നത് മോർ ദാൻ 14,000 ഫീറ്റാണ്. നമ്മുടെ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് 14,500ഓളം അടി ഉയരത്തിലാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ബ്രീതിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും കേട്ടോ. ശ്വസിക്കാനൊക്കെ ഓക്സിജൻ കുറവായിരിക്കും, ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആവുന്നു ശ്രദ്ധിക്കണം. ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രൈവർ ആ പെർമിറ്റിൻ്റെ കോപ്പി എടുക്കാൻ പോയിരിക്കുക. ഇവിടെ നിന്നാണ് എല്ലാ ടാക്സിക്കാരും ഇവിടെ നിർത്തിയിട്ട് ആ പെർമിറ്റിൻ്റെ കോപ്പി ഇവിടെ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമ്മൾ ആ പെർമിറ്റ് കാണിക്കണം. നാഥുല പാസിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് നമ്മൾ കാണുന്ന ആ സീൻസ് ഉണ്ടല്ലോ, ബ്രെത്ത് ടേക്കിംഗ് തന്നെ പറയണം. എന്ത് ഭംഗിയാണെന്നറിയുമ്പോൾ നിറയെ മൗണ്ടൻസും അതേപോലെ തന്നെ ക്ലൗഡ്സും നല്ല തണുപ്പും ഗ്രീനറിയും എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു സ്വപ്നതുല്യമായ ഒരു അനുഭവമാണ് യാത്ര. നമ്മളൊന്ന് തിരിഞ്ഞ് താഴേക്ക് നോക്കിയാൽ നമ്മൾ വന്ന വഴികൾ കാണാം. വന്ന വഴി മറക്കാൻ പാടില്ലെന്നാണല്ലോ. ഇത്രയും നേരം നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. പെട്ടെന്നാണ് വെതർ മാറിയത്. നല്ല ചാറ്റൽ മഴയൊക്കെ വന്നു തുടങ്ങി. കണ്ടോ, നല്ല ക്ലൗഡിയായി, മിസ്റ്റാണ്, വളരെ ഫോഗി ആണ്. നമുക്ക് ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ വളരെ മങ്ങി വരുന്നുണ്ട്. വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് മാത്രമേ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നാഥുല പാസിലേക്ക് പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരു 5 മിനിറ്റ് ക്യാബ് ഒതുക്കിയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു മെമ്മറീസിന് വേണ്ടിയിട്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളെ കാണിച്ചുതരാം. ഇവനാണ് റോക്കി. ആ വ്യൂ പോയിൻ്റെ മിഡിൽ ഒരു വലിയൊരു സമനം വലിപ്പമുള്ളൊരു പാറയുണ്ട്. ആ പാറയുടെ പുറത്താണ് ഇവൻ്റെ കിടപ്പ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇവനെ റോക്കി എന്ന് എല്ലാവരും വിളിക്കുന്നത്. കുറച്ച് നേരം അവനോട് സ്പെൻഡ് ചെയ്തു, അവനും എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെയും യാത്ര തുടരുകയാണ്. മഴയൊന്നും മാറിയതായിരുന്നു, പക്ഷേ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പിന്നെയും ഇങ്ങനെ മഴ പെയ്തു തുടങ്ങി. നാഥുല അടുക്കുന്ന ആ ഒരു പോയിൻ്റ് എത്തുമ്പോഴേക്ക് നല്ല ബ്ലോക്കായിരുന്നു. കാരണം അവിടെ പാർക്കിംഗ് ലോട്ട് ഉണ്ടെങ്കിലും അവിടെ കൊള്ളുന്നതിൻ്റെ ഇരട്ടിയാണ് വണ്ടികൾ അവിടെ ഈ ഒരു സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരെ മഞ്ഞുമലകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി, കയ്യെത്തും ദൂരത്തു പോലെ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും. ദൂരെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാണ് ഇൻഡോ ചൈന ബോർഡർ, നാഥുല പാസ്. ഈ താഴെ കാണുന്നതാണ് പാർക്കിംഗ് ലോട്ട്. ആ ഇൻഡോ ചൈന ബോർഡർ കാണാനായിട്ട് നല്ല ക്യൂ ഉണ്ട്, നല്ല ക്രൗഡാണ്. നമുക്ക് ആ ഒരു ഇങ്ങനെ ക്ലൈംബ് ചെയ്യുമ്പോഴേക്ക് ശരിക്കും ആ ഒരു തലയിറങ്ങുന്ന പോലെയോ എന്തൊക്കെയോ ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു ഗിഡ്നെസ് ഫീൽ ചെയ്യും. അപ്പം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ സ്ലോയിൽ നമ്മൾ ഒന്ന് ക്ലൈംബ് ചെയ്ത് ആ ബോർഡർ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചെറിയ സ്നോഫോൾ ഉണ്ടായി. അതാണ് ഈ ആളുകളൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. നമ്മൾ നമ്മുടെ ആ വീടിൻ്റെ സേഫ്റ്റിയിൽ വളരെ സുഖമായി സുരക്ഷിതമായി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സോൾജേഴ്സ് ഈ എക്സ്ട്രീം ക്ലൈമറ്റിൽ താമസിക്കുന്ന ബങ്കേഴ്സാണ് ആ കാണുന്നതൊക്കെ. വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഒരു സ്നോഫോൾ എല്ലാവരും എൻജോയ് ചെയ്തു, കൂട്ടത്തിൽ ഞാനും. നാഥുല പാസിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ചാങ്കു ലേക്ക്. ഒരു 12,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ നിർത്തിയില്ല. തിരിച്ച് നാഥുലയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി ചാങ്കുലേക്ക് കാണാനായിട്ട് നിർത്തി. തിരിച്ചു വരുമ്പോഴും നല്ല മഴയായിരുന്നു.
മിസ്റ്റും ഫോഗും കാരണം എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ലതും കാണുന്നുണ്ടോയെന്ന്. പുള്ളി പറയുന്നത് ഒരു പ്രശ്നമില്ല എന്നായി, പക്ഷേ നമുക്ക് പേടി തോന്നും. ഇതേ റൂട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്ലേസ് കൂടെ കാണാനുണ്ട്, ബാബ ഹർഭജൻ സിംഗിൻ്റെ മന്ദിർ, ഒരു ടെമ്പിൾ. ബാബ ഹർഭജൻ സിംഗിൻ്റെ മന്ദിർ കേട്ടോ. ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരണം എന്ന്. ഇന്നലെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. ബാബ ഹർഭജൻ സിംഗ് മന്ദിർ. ഇതാണ് ബാബ ഹർഭജൻ സിംഗിൻ്റെ സമാധി. അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിന് ഒരു ഓഫീസ് റൂം ഇപ്പോഴും ഉണ്ട്, ലിവിങ് റൂമുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഷൂസും പേഴ്സണൽ ഐറ്റംസൊക്കെ ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് പോളിഷ് ചെയ്തും വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഹർഭജൻ സിംഗ് ഒരു പഞ്ചാബ് റെജിമെൻറ്റിലെ ഒരു ശിപ്പായി ആയിരുന്നു. റേഷനൊക്കെ ആർമിക്ക് കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ വരുന്ന വഴി ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണ് കൊക്കയിലേക്ക് വീണ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോഴും. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടും ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് ജവാന്മാർ. നമ്മുടെ ശത്രുക്കളുടെയൊക്കെ ചില കുതന്ത്രങ്ങളൊക്കെ നമ്മുടെ സോൾജേഴ്സിന് സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ ഡ്യൂട്ടിയിലൊക്കെ ഇരുന്ന് മയങ്ങിപ്പോകുന്ന സോൾജേഴ്സിന് കൊച്ചു കൊച്ചു അടിയൊക്കെ കൊടുത്ത് ഉണർത്തും. ഇങ്ങനെയുള്ള കുഞ്ഞ് രസകരമായ ഒത്തിരി കഥകൾ, ശരിക്കും ഇത് കഥകളല്ല, അവർ ശരിക്കും അത് വിശ്വസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് കേബിൾ കാറിൻ്റെ ഒരു സർവീസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ അതിലേക്ക് പോയില്ല. നേരെ കുറച്ചുകൂടെ ഇറങ്ങി വരുമ്പോഴേക്ക് നമുക്ക് ചാങ്കു ലേക്ക് എത്താറാവുമ്പോഴേക്ക് തന്നെ നിറയെ യാക്കുകളെ കാണാം. നല്ല ഭീമാകാരന്മാരെ ഗുണ്ടുമണികളായിട്ടുള്ള യാക്ക്. കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല ടയർഡായിരുന്നു അപ്പോഴേക്കും. ആളുകളൊക്കെ യാക്കിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ യാക്കിൻ്റെയും കൊമ്പിൽ ഇങ്ങനെ റെഡോ പല കളറിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പിളിയൊക്കെ വെച്ച്. എന്തിനാണോ എന്തോ ഒരാൾക്കിട്ട് യാക്ക് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതോടെയാണ് യാക്കിൻ്റെ പുറത്ത് കയറാനുള്ള എൻ്റെ ആഗ്രഹം തീർന്നത്. ഇതാണ് ചാങ്കു ലേക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള ഒരു ലേക്കാണ്, വളരെ കാം. തിരിച്ച് വരുന്ന വഴിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അപ്പോഴേക്കും ഒരു 3-4 മണിയൊക്കെ ആയിരുന്നു, 3:30 കഴിഞ്ഞിരുന്നു. മോമോയും അവിടുത്തെ നമ്മുടെ സിക്കിം എന്ന് പറയുമ്പോഴത്തേക്ക് മോമോയാണല്ലോ, മോമോ ഇല്ലാത്തൊരു സിക്കിം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് പോലെയാണ് മോമോ. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു കഴിച്ചിരുന്നത്. തിരിച്ച് ഹോട്ടലിലെത്തി കുറേ നേരം കിടന്നുറങ്ങി, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ രാത്രി നല്ലൊരു ഗ്രിൽഡ് ഫിഷും അതുപോലെ തന്നെ നല്ല സ്പ്രൗട്ട്സൊക്കെ ഇട്ട സാലഡുമാണ് കഴിച്ചത്. വളരെ ലൈറ്റ് ഫുഡായിരുന്നു കഴിച്ചത്, പക്ഷെ വളരെ ടേസ്റ്റി ആയിരുന്നു. വളരെ സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ്. റെസ്റ്റോറൻറ്റിൽ എപ്പോഴും ഒരു ഫെസ്റ്റീവ് മൂഡാണ്, ഫുൾ വെൽ ലിറ്റാണ്, നല്ല നിറച്ച് വളരെ ലൈവാണ്, നല്ല എപ്പോഴും ഫുള്ളായിരിക്കും ഈ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. നാളെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. അതിൻ്റെ വിശേഷം അടുത്ത എപ്പിസോഡിൽ.